ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെയുണ്ടായ ഇറാന്റെ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി നൽകിയിരിക്കുകയാണ് അമേരിക്ക. ഇറാന്റെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തി. ഹോർമുസിൽ കപ്പൽ ആക്രമിച്ചതിന് തിരിച്ചടിയായാണ് ഇറാന്റെ ഡാർ കേന്ദ്രങ്ങളിലടക്കം US സൈന്യം ആക്രമണം അഴിച്ചുവിട്ടത്. ഹോർമുസ് കടലിടുക്കിൽ സഞ്ചരിക്കുകയായിരുന്ന ലയേറിയ ഭീമൻ ചരക്കു കപ്പലിന് നേരെ 4 ഡ്രോണുകൾ ഇറാൻ തൊടുത്തുവിട്ടുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആരോപിച്ചിരുന്നു. ഇറാന്റെ ആക്രമണത്തിൽ ഒരു ഡ്രോൺ കപ്പൽ പതിക്കുകയും കപ്പലിന് കേടുപാടുകൾ ഉണ്ടാവുകയും ചെയ്തു. മറ്റു 3 ഡ്രോണുകൾ തകർത്തെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞു. സിംഗപ്പൂർ പതാക ഘടിപ്പിച്ച ചരക്കു കപ്പലിന് നേരെയാണ് ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതെന്നാണ് സൂചന. ഒമാൻ തീരത്തെ ദാഹിദിന് തെക്കു കിഴക്കായാണ് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതെന്നും കപ്പലിന് കേടുപാടുകൾ ഉണ്ടായെന്നും യുണൈറ്റഡ് കിങ്ഡം മാരിടൈം ട്രേഡ് ഓപ്പറേഷൻസ് അറിയിച്ചു. അതേസമയം ആരോപണങ്ങൾ ഇറാൻ തള്ളിക്കളഞ്ഞു. വെടിനിർത്തൽ കരാർ ലംഘിച്ചിട്ടില്ല എന്നും നിലവിലെ സാഹചര്യം നിയന്ത്രിക്കുന്നതിനായുള്ള നടപടികളാണ് സ്വീകരിച്ചതെന്നും ഇറാൻ പ്രതികരിച്ചു. ഇറാൻ നൽകിയ റൂട്ടിലൂടെ അല്ലാതെ പോയാൽ ഇൻഷുറൻസോ സുരക്ഷാ ഗ്യാരണ്ടിയോ കിട്ടില്ല എന്ന് ഇറാന്റെ മുന്നറിയിപ്പുമുണ്ട്. പിന്നാലെ സുരക്ഷിത നാവിക ഇടനാഴി ഇറാൻ അടയ്ക്കുകയും ചെയ്തു. ഇതോടെ ഹോർമുസിൽ വീണ്ടും പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. സൈനിക നടപടി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ട്രംപ് ഇറാന്റെ നീക്കത്തിന് അമേരിക്ക മറുപടി നൽകുമോ എന്ന ചോദ്യത്തിന് നിങ്ങൾ അത് കാണാൻ പോവുകയാണ് എന്നാണ് മറുപടി തന്നത്. വെടിനിർത്തൽ കരാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങളോട് വ്യക്തമായി പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായതുമില്ല. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണം പാലിക്കാതെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരവാദിത്തം കപ്പൽ ഉടമയ്ക്കും കമാൻഡർമാർക്കുമാണെന്ന് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുമുണ്ട്. 130 കപ്പലുകളെ വരെ കടത്തിവിടാൻ കഴിയുന്ന പാത സജീവമായാൽ ഇറാന്റെ മേൽക്കൈ നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞാണ് ഇറാൻ ഹോർമുസിൽ വീണ്ടും നിലപാട് കടുപ്പിച്ചു എന്നാണ് പൊതുവെയുള്ള പ്രതികരണം. അതിനിടെ ഹോർമുസിൽ സൈനിക സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്കും ഇറാനുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ സംവിധാനം നിലവിൽ വന്നിട്ടുമുണ്ട്. ഇതിനിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് $88 ബില്യൺ അധിക ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് US കോൺഗ്രസിനെ സമീപിച്ചതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇറാൻ യുദ്ധത്തിന്റെ ചെലവുകൾ നേരിടുന്നതിനാണ് പ്രധാനമായും ഈ വലിയ തുക ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് കണക്കുകൾ പറയുന്നത്. യുദ്ധത്തെക്കുറിച്ചും അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികൾക്കിടയിൽ വലിയ ആശങ്കകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നീക്കം എത്തുന്നത്. ആവശ്യപ്പെട്ട പാക്കേജിൽ പ്രതിരോധ വകുപ്പായ പെന്റഗനാണ് വകയിരുത്തുന്നത്. ഇതിൽ $21 ബില്യൺ ആയുധങ്ങൾക്കും മറ്റു സൈനിക സജ്ജീകരണങ്ങൾക്കും, $17.3 ബില്യൺ സൈനിക പ്രവർത്തന ചെലവുകൾക്കും, $12.1 ബില്യൺ രഹസ്യ പദ്ധതികൾക്കുമായാണ് വിനിയോഗിക്കുക. ഇതിനു പുറമെ ആണവ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി ഊർജ്ജ വകുപ്പിന് $768 മില്യൺ, ഇറാന്റെ അയൽ രാജ്യങ്ങളിലെ അമേരിക്കൻ എംബസികളുടെ സുരക്ഷയ്ക്കും നിർമ്മാണത്തിനുമായി സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന് $300 മില്യൺ ഭരണകൂടം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വൈറ്റ് ഹൌസ് ബഡ്ജറ്റ് ഡയറക്ടർ റസൽ വോട്ടാണ് ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസന് ഈ അടിയന്തര ആവശ്യമുന്നയിച്ച് കത്ത് നൽകിയത്. സൈനിക ചെലവുകൾക്ക് പുറമെ അമേരിക്കൻ കർഷകർക്കുള്ള സാമ്പത്തിക സഹായം, മധ്യ ആഫ്രിക്കയിലെ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾ, രാജ്യത്തെ മറ്റ് ആഭ്യന്തര അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ എന്നിവയ്ക്കുള്ള ഫണ്ടും ഈ പാക്കേജിൽ ഉൾപ്പെടുന്നുണ്ട്. US കോൺഗ്രസിന്റെ വ്യക്തമായ അനുമതിയില്ലാതെ ഇറാനുമായുള്ള സൈനിക നടപടികളും ശത്രുതയും ട്രംപ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജനപ്രതിനിധി സഭ കഴിഞ്ഞ ദിവസം ഒരു പ്രമേയം പാസാക്കിയിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് ഈ പുതിയ ഫണ്ട് അഭ്യർത്ഥനയും പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.